PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശോധന തുടങ്ങി. വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടി. LDF സർക്കാർ ഒപ്പിട്ട ശേഷം പിന്മാറിയെങ്കിലും നിലവിലെ സ്ഥിതിയെപ്പറ്റി വ്യക്തതയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ന്യൂസ് 18നോട് പറഞ്ഞു. നയപരമായതിനാൽ UDF ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ BJP സർക്കാർ ചില മാനദണ്ഡങ്ങൾ വെക്കുന്നതുകൊണ്ടാണ് അതിൽ PM ശ്രീ ഒപ്പിട്ടാലേ SSKന്റെ ഫണ്ട് കൊടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നു. അല്ല, ഒപ്പിട്ടു. പിന്നീട് അതാണ് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. PM ശ്രീ കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടതാണ്. പിന്നീട് ഒരു കമ്മ്യൂണിക്കേഷൻ പോയെന്നേ ഉള്ളൂ. ആ ഒപ്പിട്ടത് തൽക്കാലം നിർത്തണം, ഞങ്ങളില്ല എന്ന് കെപ്റ്റ് ഇൻ അബയൻസ് അതിൽ വെക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അതുവഴി എന്താണ് ഇപ്പോൾ അതിൻ്റെ റിയൽ പൊസിഷൻ? എന്നാൽ അവർ ഈ ഒപ്പിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം കുറച്ച് ഫണ്ടൊക്കെ കൈമാറിയിട്ടുണ്ട്. ഒരു 100 കോടിയിൽ താഴെ എന്തോ കൊടുത്തിട്ടുണ്ട്. പരിശോധിക്കണം. അപ്പം ഇന്നലത്തെ യോഗത്തിൽ, ഞാൻ ഈ പറഞ്ഞ യോഗത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറിയോട് അതിൻ്റെ ഇപ്പോഴത്തെ റിയൽ സ്റ്റാറ്റസ് എന്താണ്, അതിലിനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊരു പോളിസി മാറ്ററാണല്ലോ. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമല്ല, UDF ആണ് പറയേണ്ടത്. ഇതിലിനി എന്താണ്, നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത്. ഭരണമാറ്റം വൈകിയെങ്കിലും പാഠപുസ്തക വിതരണം മുടങ്ങില്ല. ഈ മാസം 29-ന് മുൻപ് മുഴുവൻ പാഠപുസ്തകങ്ങളും സ്കൂളുകളിൽ എത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. യൂണിഫോമിന്റെ കാര്യത്തിലും മുടക്കം വരില്ല. പാമ്പ് ശല്യം ഉണ്ടാകാതിരിക്കാൻ സ്കൂളുകളിൽ പരിശോധന നടക്കുകയാണ്. ഉദ്യോഗസ്ഥരുമായി സ്കൂൾ തുറക്കുന്ന സമയത്തെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്തുവെന്നും വിദ്യാഭ്യാസ മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. വിജ്ഞാപനം വരുന്നതിന് മുമ്പ് അടിയന്തരമായി തന്നെ ഇവരെ ഒന്ന് വിളിച്ചുകൂട്ടി കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. നമുക്ക് പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഇന്നതാണെന്ന് മുൻപേ അറിയിച്ചിരുന്നു. അപ്പോൾ പാഠപുസ്തകത്തെ അച്ചടി ഇപ്പോൾ കുറേ പുരോഗമിച്ചിട്ടുണ്ട്. തടസ്സപ്പെട്ടത് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ മാസം 29-നകം എല്ലാ സ്കൂളുകളിലും എല്ലാ പാഠപുസ്തകവും, ജൂൺ 1-ന് ആവശ്യമുള്ള എല്ലാ പാഠപുസ്തകവും എത്തുമെന്ന് നമുക്ക് ഉറപ്പ് തന്നു. അത് ഇവരുമായുള്ള ഈ റിവ്യൂ മീറ്റിങ്ങിൽ നമുക്ക് കിട്ടിയ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അത് ഇന്ന് വീണ്ടും ടെക്സ്റ്റ് ബുക്ക് ഓഫീസറെയും അത് പ്രിൻ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി അതിൻ്റെ ഒരു മോണിറ്ററിങ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 1-ാം തീയതിക്ക് മുമ്പായി പാഠപുസ്തകം എത്തിക്കാൻ കഴിയും. യൂണിഫോം വിതരണം ഏറെക്കുറെ 75% പൂർത്തിയായിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇനി അരിയേഴ്സ് ഒന്നും അങ്ങനെ കൊടുത്തു തീർക്കാനില്ല എന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ ഒരു അധ്യയന വർഷത്തെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യാവുന്ന അവസ്ഥ ആ കാര്യത്തിലുണ്ട്. ഫിറ്റ്നസ് അതും ഇന്നലത്തെ യോഗത്തിൽ ഞങ്ങൾ ചർച്ചയായി. അപ്പോൾ ഫിറ്റ്നസ്സിലിപ്പോൾ കെട്ടിടത്തിൻ്റെ ഉറപ്പും ബലവും മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ ലൈനൊക്കെ പോയിട്ട് ഇതിലിടയ്ക്ക് ഒരു അപകടം ഉണ്ടായി. അത്തരം കാര്യങ്ങൾ കൂടി ഈ കെട്ടിടത്തോട് ചേർന്ന് ഇലക്ട്രിക്കൽ ലൈൻ പോവാതിരിക്കണം. അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഫിറ്റ്നസ് കൊടുക്കൂ. ആ രീതിയിൽ അതിൻ്റെ നോംസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ആ പ്രോസസ്സ് നടന്നു വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ പാമ്പ് കടിയുടെ ഒരു പ്രശ്നം വ്യാപകമായിട്ടുള്ളത് കൊണ്ട് 2 മാസം അടച്ചിട്ടല്ലേ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് അങ്ങനെ ക്ലാസ് റൂമുകളൊക്കെ ആ രീതിയിലുള്ളൊരു പരിശോധന കൂടി അതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.